ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മത്തിമീൻ ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മത്തിയാണെന്ന്. അപ്പോൾ മത്തി എന്നും പൊരിച്ചെടുക്കുന്ന രുചിയിലല്ലാതെ വേറിട്ട് ഒരു പുത്തൻ രുചിയിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. മീൻ പൊരിച്ചത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 8 കഷ്ണം മീനാണ് എടുത്തിട്ടുള്ളത്. മത്തി നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1.5 ടീസ്പൂണ് വിനീഗറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഒന്ന് നമ്മുടെ മീനിലേക്കൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മീനിലേക്കൊക്കെ മസാല നല്ലോണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമുക്ക് എല്ലാ മീനിലേക്കും മസാല ഒക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ മീനൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പാൻ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ കഷ്ണം മീനായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡ് ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് നമുക്ക് മീനിനെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് മീൻ പൊരിച്ചതിന് ഒരു പ്രത്യേക രുചി തന്നെയാണ്. ഇനി നമുക്ക് മീൻ പൊരിച്ചത് ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാം മീൻ പൊരിച്ചത് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേറൊരു മസാലയും കൂടെ നമുക്ക് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായതിനു ശേഷം ഞാൻ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ വെളുത്തുള്ളി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇടയ്ക്ക് മൊരിയിച്ചെടുക്കാം. സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ ഇതാക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളിയൊക്കെ കരിയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 പച്ചമുളകും കൂടി കീറിയിടാവുന്നതാണ്. പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ മീൻ മസാല തേച്ചതിൻ്റെ കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മസാലയുടെ ഒരു പച്ച മണമൊന്ന് പോയിട്ട് വരുന്നവർക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മളുടെ മീൻ, നമ്മൾ പൊരിച്ചെടുത്ത മീൻ നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു സൈഡൊക്കെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഈ മീൻ മസാല ഒന്ന് ഇതാക്കിയെടുക്കാം. അപ്പം എന്നും തയ്യാറാക്കിയെടുക്കുന്ന മീൻ പൊരിച്ചതിനെക്കാട്ടും ഒരു പ്രത്യേക രുചിയിൽ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുമ്പോൾ അത് നല്ല രുചി തന്നെയാണ്. ചോറൊക്കെ കഴിക്കുന്നവർക്ക് ഇത് കൂട്ടി തന്നെ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാം. അപ്പോൾ നമ്മുടെ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അപ്പം ഇനി ഒരു പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ബായ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണേ.